Hi, welcome to Renisha CS Edu World. നമ്മൾ ഈ വീഡിയോയ്ക്ക് അത് പഠിക്കാൻ പോകുന്നത് സിൻടാക്സ് ഡയറക്ടർ ഡെഫിനിഷനെ കുറിച്ചാണ്. ഫസ്റ്റ് സിൻടാക്സ് ഡയറക്ടർ ട്രാൻസ്ലേഷൻ ആണ്. അപ്പോൾ ഈ സിൻടാക്സ് ഡയറക്ടർ ട്രാൻസ്ലേഷൻ്റെ അകത്ത് നമ്മൾ പറയുന്നത് നമ്മൾ ആദ്യം എന്തായിരുന്നു ലെക്സിക്കൽ അനാലിസിസ് ആയിരുന്നു ചെയ്തിരുന്നത് അല്ലേ. ഒരു കമ്പൈലറിൻ്റെ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ലെക്സിക്കൽ അനാലിസിസ്, പിന്നെ എന്തായിരുന്നു സിൻടാക്സ്. ഓക്കെ, സിൻടാക്സ് അനാലിസിസ്, പിന്നാണ് സെമാൻറ്റിക് അനാലിസിസ്. ഈ സെമാൻറ്റിക് അനാലിസിസ് ആണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത് ശരിക്കും സെമാൻറ്റിക്. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു ലെക്സിക്കൽ അനാലിസിസിൻ്റെ അകത്ത് നമ്മൾ ഒരു ടോക്കണെ ജനറേറ്റ് ചെയ്തിട്ട് സിൻടാക്സ് അനലൈസർക്ക് കൊടുക്കും അല്ലേ, പാസറിന് കൊടുക്കും. പാസർ എന്ത് ചെയ്യും, അത് നെക്സ്റ്റ് ടോക്കൺ കിട്ടണം എന്നുള്ളൊരു കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ടോക്കൺ അത് ജനറേറ്റ് ചെയ്യത്തുള്ളൂ എന്നൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ ഓരോന്നും എന്താണ് അടുത്ത ഒരു ഫേസിനോട് അത് ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പം നമ്മൾ സിൻടാക്സ് അനാലിസിസിൻ്റെ ഔട്ട്പുട്ടാണ് സെമാൻറ്റിക്കിൻ്റെ ഇൻപുട്ട്. അപ്പം നമ്മൾ കൊടുക്കുന്നത് സിൻടാക്സ് അനാലിസിസിനകത്ത് ജനറേറ്റ് ചെയ്യുന്നത് പാസ്ട്രിയാന്ന് പറഞ്ഞു. പാസ്ട്രിയാണ് ഇവിടുന്ന് നമ്മൾ ജനറേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം സെമാൻറ്റിക്കിൻ്റെ അകത്ത് നമുക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന ഇവിടുത്തെ പാസ്ട്രിയാണ്. അപ്പം ഇതിൻ്റെ അകത്ത് എന്താണ് ടൈപ്പ് ചെക്കിങ് ആൻഡ് ടൈപ്പ് കൺവേർഷനും ഒക്കെയാണ് നമ്മൾ എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളെല്ലാമാണ് ഈ സെമാൻറ്റിക് അനാലിസിസിനകത്ത് ഇത് ചെയ്യുന്നത്. അപ്പം ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ഈ ഫേസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിനകത്ത് പഠിക്കുന്നത്. അപ്പം അതെങ്ങനെയാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. സിൻടാക്സ് ഡയറക്ടർ ട്രാൻസ്ലേഷൻ ആണ് നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത്. അതിനെ പറയുന്നത് SDT എന്നാണ് ഷോർട്ടായിട്ട് പറയാം, സിൻടാക്സ് ഡയറക്ടർ ട്രാൻസ്ലേഷൻ. റെഫേഴ്സ് ടു എ മെത്തേഡ് ഓഫ് കമ്പൈലർ ഇംപ്ലിമെൻറ്റേഷൻ. കമ്പൈലർ ഇംപ്ലിമെൻറ്റേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് SDT എന്ന് പറയുന്നത്. ഓക്കെ, കമ്പൈലറിൻ്റെ ഇംപ്ലിമെൻറ്റേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് SDT. where the source language translation is completely driven by the parser. ഓക്കെ, അപ്പോൾ ഈ സോഴ്സ് ലാംഗ്വേജിൻ്റെ ട്രാൻസ്ലേഷൻ ഫുള്ള് ചെയ്യുന്നത് ഏതാണ്, കമ്പൈലറാണ്. ഇവിടെ ഫുള്ള് സോഴ്സ് ലാംഗ്വേജിൻ്റെ കൺവേർഷൻ ചെയ്യുന്നത് കമ്പൈലറാണ്. Okay, the parsing process and parse tree are used to direct semantic analysis and the translation of source program. ഈ പാസിങ്ങിൻ്റെ പ്രോസസ്സും പാസിങ്ങിൻ്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ സിൻടാക്സ് അനാലിസിസിനകത്താണല്ലോ പാസിങ് നടക്കുന്നത്. അപ്പോൾ ഈ പാസിങ് പ്രോസസ്സ് ആൻഡ് പാസ് ട്രീ ഇത് രണ്ടുമാണ് എന്തിനകത്ത് യൂസ് ചെയ്യുന്നത്. പാസിംഗ് പ്രോസസ് ആൻഡ് പാസ് ട്രീ ആർ യൂസ്ഡ് ടു ഡയറക്റ്റ് സെമാൻറ്റിക് അനാലിസിസ്. സെമാൻറ്റിക് അനാലിസിസിൻ്റെ അകത്തും ട്രാൻസ്ലേഷനും വേണ്ടി യൂസ് ചെയ്യുന്നത്, സോഴ്സ് പ്രോഗ്രാമിൻ്റെ ട്രാൻസ്ലേഷനും വേണ്ടി യൂസ് ചെയ്യുന്നത് എന്തൊക്കെയാണ്, പാസിങ്ങിൻ്റെ പ്രോസസ്സും പാസ് ട്രീയുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് രണ്ടും യൂസ് ചെയ്തിട്ടാണ് സെമാൻറ്റിക് അനാലിസിസും അതിനകത്ത് ട്രാൻസ്ലേഷനും ചെയ്യുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് വി ക്യാൻ ഓഗ്മെൻറ്റഡ് ഗ്രാമർ വിത്ത് ഇൻഫോർമേഷൻ ടു കൺട്രോൾ ദ സെമാൻറ്റിക് അനാലിസിസ് ആൻഡ് ട്രാൻസ്ലേഷൻ. അപ്പോൾ ഓഗ്മെൻറ്റഡ് ഗ്രാമറിൻ്റെ കൂടെ കുറച്ച് ഇൻഫോർമേഷൻ കൊടുക്കും. എന്തിനു വേണ്ടിയാണ്, ഈ സെമാൻറ്റിക് അനാലിസിസിനെയും ട്രാൻസ്ലേഷനെയും കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഓഗ്മെൻറ്റഡ് ഗ്രാമറിൻ്റെ അകത്ത് കുറച്ച് ഇൻഫോർമേഷൻസ് കൊടുക്കും. അങ്ങനെയുള്ള ഗ്രാമേഴ്സിനെ പറയുന്നതാണ് ആട്രിബ്യൂട്ട് ഗ്രാമർ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം സെമാൻറ്റിക് അനാലിസിസിനും അതിൻ്റെ ട്രാൻസ്ലേഷനും സെമാൻറ്റിക് അനാലിസിസിനും പിന്നെ ട്രാൻസ്ലേഷനും വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഓഗ്മെൻറ്റഡ് ഗ്രാമറിൻ്റെ അകത്ത് കുറച്ച് ഇൻഫോർമേഷൻ കൊടുക്കുക. എന്തിനാ, അതിനെ കുറച്ച് കൺട്രോൾ ചെയ്യാൻ, ടു കൺട്രോൾ ദ സെമാൻറ്റിക് അനാലിസിസ് ആൻഡ് ട്രാൻസ്ലേഷൻ. അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി എന്തിനാണ് കൊടുക്കുന്നത്, ഓഗ്മെൻറ്റഡ് ഗ്രാമർ വിത്ത് ഇൻഫർമേഷൻ കൊടുക്കും. അങ്ങനെയുള്ള ഗ്രാമറിനെയാണ് ഇത് പറയാം ആട്രിബ്യൂട്ട് ഗ്രാമർ എന്ന് പറയും.
അപ്പം നമ്മൾ ഓൾറെഡി നേരത്തെ എന്താണ് ഓഗ്മെന്റഡ് ഗ്രാമർ എന്ന് പറഞ്ഞായിരുന്നു. നമ്മുടെ പ്രൊഡക്ഷൻ്റെ അകത്ത് നമ്മൾ നേരത്തെ അകത്ത് പറഞ്ഞായിരുന്നു, നമ്മുടെ ഗ്രാമറിൻ്റെ കൂടെ നമ്മളൊരു എക്സ്ട്രാ ഒരു പ്രൊഡക്ഷനൂടെ കൊടുക്കും. അപ്പം ഈ ആണ് നമ്മുടെ സ്റ്റാർട്ടിങ് സിമ്പിൾ എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇപ്പം ഫോർ എക്സാമ്പിൾ ഓക്കെ സിംപ്ലൈസ് ഈ എന്ന് കൊടുക്കും. ഇതൊരു ഓഗ്മെന്റഡ് ഗ്രാമറാണ്. അപ്പോൾ ഈ ഓഗ്മെന്റഡ് ഗ്രാമറിൻ്റെ അകത്ത് ഇവിടെ പറയുന്നത് ഇതിൻ്റെ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പൈലറിന് കൊടുക്കുകയാണ്. ഈ പർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻ വരുമ്പോഴാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കാനായിട്ടാണ് നമ്മൾ സാധാരണ ഓഗ്മെന്റഡ് ഗ്രാമേഴ്സ്. ഓക്കെ, അപ്പം ഓരോ ഗ്രാമറിൻ്റെയും കൂടെ അതിൻ്റെ ആട്രിബ്യൂട്ടും എന്ന് വെക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അസോസിയേറ്റഡ് ആട്രിബ്യൂട്ട് വിത്ത് ഈച്ച് ഗ്രാമർ സിമ്പിൾ ദാറ്റ് ഡിസ്ക്രൈബ് ഇറ്റ്സ് പ്രോപ്പർട്ടി. ഓക്കെ, ഓരോ ഗ്രാമർ സിമ്പിളിൻ്റെയും കൂടെ എന്ത് ചെയ്തിരിക്കും, അതിനെ അസോസിയേറ്റ് ചെയ്തിട്ട് ആട്രിബ്യൂട്ട്സ് കാണും. അതെന്താണ് പറയുന്നത്, അത് അതിൻ്റെ പ്രോപ്പർട്ടിയാണ് പറയുന്നത്. ഓക്കെ, ഓരോ ഗ്രാമർ സിമ്പിളിൻ്റെയും കൂടെ അതിൻ്റെ ആട്രിബ്യൂട്ട്സ് കാണും. അത് പറയുന്നത് അതിൻ്റെ ഗ്രാമർ സിമ്പിൾസ് എന്താണ് അതിൻ്റെ പ്രോപ്പർട്ടി എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു പ്രോഗ്രാമിൻ്റെ അകത്ത് നമ്മൾ കൊടുക്കുന്നത് ഏത് ടൈപ്പ് ഓഫ് ഇൻപുട്ട് കൊടുക്കണം, അത് ഇൻറ്റീജർ ആണോ ഫ്ലോട്ട് ആണോ, ഓക്കെ, പിന്നെ നമുക്ക് ഏത് ടൈപ്പ് ഓഫ് ഔട്ട്പുട്ടാണ്, ഇപ്പം ഫ്ലോട്ട് ആണോ നമുക്ക് കിട്ടേണ്ടത്, ഇങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് ആണ് അവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ആൻഡ് ആട്രിബ്യൂട്ട് ഹാസ് എ നെയിം, ആട്രിബ്യൂട്ടിന് എന്തുണ്ട്, ഒരു പേര് കാണും, കൂടാതെ അതിനെ അസോസിയേറ്റ് ചെയ്തിട്ട് വാല്യൂസ് കാണും. അതാ പറഞ്ഞിരിക്കുന്നത് ഒരു ആട്രിബ്യൂട്ട്. ആൻഡ് ആട്രിബ്യൂട്ട് ഹാസ് എ നെയിം, ഓക്കെ, നെയിം ആൻഡ് അസോസിയേറ്റഡ് വാല്യൂസ്, അതിന് ഓരോ നെയിമിനും ഓരോ വാല്യൂസ് കാണും. അപ്പം അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മളിവിടെ ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞു. അപ്പം ആ ഗ്രാമർ സിമ്പിൾ, ഓരോ ഗ്രാമർ സിമ്പിളിൻ്റെയും കൂടെ അതിൻ്റെ ആട്രിബ്യൂട്ട് കാണും. അത് അതിൻ്റെ പ്രോപ്പർട്ടിയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പം ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ആ ഒരു ഗ്രാമർ സിമ്പിൾ അതിൻ്റെ എന്തെങ്കിലും പർട്ടിക്കുലർ നെയിം, പിന്നെ അതിൻ്റെ വാല്യൂ എന്താണ്, ഇതൊക്കെയാണ് ആട്രിബ്യൂട്ട്സിനകത്ത് നമ്മൾ പറയുന്നത്. അപ്പം ഓരോ പ്രൊഡക്ഷൻ്റെ അകത്തുനിന്നും നമുക്ക് കിട്ടുന്നത് ഒരു സെമാൻറ്റിക് റൂൾ അല്ലെങ്കിൽ ആക്ഷനാണ് നമുക്ക് കിട്ടുക. അപ്പം വിത്ത് ഈച്ച് പ്രൊഡക്ഷൻ ഇൻ ഗ്രാമർ, ഒരു പർട്ടിക്കുലർ ഗ്രാമറിൻ്റെ അകത്തുള്ള പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്ത് തരും, സെമാൻറ്റിക് റൂള് അല്ലെങ്കിൽ ആക്ഷൻ ആയിരിക്കും ഇവിടെ നമുക്ക് തരുന്നത്. ജനറൽ അപ്രോച്ച് ടു സിന്റാക്സ് ഡയറക്റ്റഡ് ട്രാൻസ്ലേഷൻ ഈസ് ടു കൺസ്ട്രക്ട് എ പാസ് ട്രീ ഓർ സിന്റാക്സ് ട്രീ. നമുക്ക് ഈ സിന്റാക്സ് ഡയറക്റ്റഡ് ട്രാൻസ്ലേഷൻ്റെ അകത്ത് ഇവിടെ കൺസ്ട്രക്ട് ചെയ്യുന്നത് ഒരു പാസ് ട്രീ അല്ലെങ്കിൽ ഒരു സിന്റാക്സ് ട്രീ ആണ് തരിക. ഓക്കെ, ആൻഡ് കമ്പ്യൂട്ട് ദ വാല്യൂ ഓഫ് ആട്രിബ്യൂട്ട് അറ്റ് ദ നോഡ്. എന്നിട്ട് നമുക്ക് ഈ പാസ് ട്രീക്കകത്ത് ഓരോ നോഡ് കാണും, അതിനെ കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ ആട്രിബ്യൂട്ട് കാണും അല്ലേ. അത് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, കമ്പ്യൂട്ട് ചെയ്യുക. കമ്പ്യൂട്ട് ദ വാല്യൂസ് ഓഫ് ആട്രിബ്യൂട്ട് അറ്റ് ദ നോഡ് ഓഫ് ട്രീ ബൈ വിസിറ്റിംഗ് ദം ഇൻ സം ഓർഡർ. അപ്പം ഇതിൻ്റെ വിസിറ്റ് ചെയ്യുന്ന അനുസരിച്ച് എന്ത് ചെയ്യുക, അതിനെ ഇവാലുവേറ്റ് ചെയ്യുക. കമ്പ്യൂട്ട് ദ വാല്യൂസ് ഓഫ് ആട്രിബ്യൂട്ട്, വാല്യൂസ് എന്ത് ചെയ്യുക, കമ്പ്യൂട്ട് ചെയ്യുക. അറ്റ് ദ നോഡിൻ്റെ അകത്ത് വാല്യൂസ് ഉണ്ടല്ലോ, ആ വാല്യൂസ് ഉപയോഗിച്ചിട്ട് കമ്പ്യൂട്ട് ചെയ്യാം. ബൈ വിസിറ്റിംഗ് ദം ഇൻ സം ഓർഡർ, അത് ഏത് ഓർഡറിലാണോ വിസിറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചാണ് ഇത് കമ്പ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു സിന്റാക്സ് ഡയറക്റ്റഡ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഗ്രാമറും അതിൻ്റെ സെമാൻറ്റിക് റൂളും കൂടെ ചേരുന്നതാണ് ഒരു സിന്റാക്സ് ഡയറക്റ്റഡ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. ഗ്രാമർ സിമ്പിൾ നമ്മൾ കൊടുക്കുന്ന ഗ്രാമറും കാണും, കൂടെ സെമാൻറ്റിക് റൂള് അതും കൂടെ കാണും. ഇത് രണ്ടും കൂടെ കൂടുമ്പോഴത്തേനാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, സിന്റാക്സ് ഡയറക്റ്റഡ് ട്രാൻസ്ലേഷൻ കിട്ടുന്നത്. നമുക്ക് രണ്ട് രീതിയിൽ, there are two ways to represent semantic rule associated with the grammar symbol. രണ്ട് രീതിയിൽ നമുക്ക് സെമാൻറ്റിക് റൂള്, ഓരോ ഗ്രാമറിലും ഉള്ള സെമാൻറ്റിക് റൂള് എങ്ങനെയാണ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് എന്ന് പറയുന്നത് സിന്റാക്സ് ഡയറക്റ്റഡ് ഡെഫിനിഷനും സിന്റാക്സ് ഡയറക്റ്റഡ് ട്രാൻസ്ലേഷൻ സ്കീമും.
ഈ രണ്ടെണ്ണം ഉപയോഗിച്ച് നമുക്ക് സെമാൻറ്റിക് റൂൾ, ഓരോ ഗ്രാമർ സിമ്പിളിൻ്റെയും സെമാൻറ്റിക് റൂള് എന്താണ് എന്ന് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോകുന്നത്. ഈ രണ്ട് റൂള്, സിൻടാക്സ് ഡയറക്റ്റഡ് ഡെഫിനിഷനും ആണ് ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഈ സിൻടാക്സ് ഡയറക്റ്റഡ് ഡെഫിനിഷൻ എന്ന് പറയുന്നത് എന്താണ്? ഈസ് എ കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ ടുഗദർ വിത്ത് ആട്രിബ്യൂട്ട്സ് ആൻഡ് എ റൂൾ. അപ്പം SSD ഈസ് എ കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ, ഒരു കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമറാണ്. അതായത് നമ്മൾ കൊടുക്കുന്നത് ഇവിടെ എന്തായാലും കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ ആണല്ലോ കൊടുക്കുന്നത്. ടുഗദർ വിത്ത്, അതിൻ്റെ കൂടെ എന്താണ്? ആട്രിബ്യൂട്ട്സും കാണും, റൂൾസും കാണും. ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞായിരുന്നു നെയിം ആൻഡ് വാല്യൂസിനെയാണ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആട്രിബ്യൂട്ട്സും കാണും, അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള റൂളും കാണും. ഇതിനെയാണ് സിൻടാക്സ് ഡയറക്റ്റഡ് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ആട്രിബ്യൂട്ട്സ് ആർ അസോസിയേറ്റഡ് വിത്ത് ഗ്രാമർ സിമ്പൽ. ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് എന്താണ്? അസോസിയേറ്റ് ചെയ്യുന്ന ഗ്രാമർ സിമ്പലിൻ്റെ കൂടാണ് ആട്രിബ്യൂട്ട്സ് ഉള്ളത്. പിന്നെ റൂൾസ് ആർ അസോസിയേറ്റഡ് വിത്ത് പ്രൊഡക്ഷൻ്റെ കൂടെയാണ് റൂൾ ഉള്ളത്. എങ്ങനെയാണ് ചെയ്യേണ്ടത്, പർട്ടിക്കുലർ ഓർഡർ ചെയ്യണം, ഇതൊക്കെയുള്ള ഏതിൻ്റെ കൂടെയാണ്? പ്രൊഡക്ഷൻ്റെ കൂടെയാണ്. അപ്പം അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആട്രിബ്യൂട്ട്സും പിന്നെ റൂൾസും ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ ആട്രിബ്യൂട്ട്സ് ഏതിൻ്റെ കൂടെയാണുള്ളത്? ഗ്രാമർ സിമ്പിളിൻ്റെ കൂടെ. റൂൾ അസോസിയേറ്റഡ് വിത്ത് പ്രൊഡക്ഷൻ, റൂൾ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് ഏതിൻ്റെ കൂടെയാണ്? പ്രൊഡക്ഷൻ്റെ കൂടെയാണ്. അപ്പം ഇതിൻ്റെ എങ്ങനെയാണ് സെമാറ്റിക് റൂൾ എഴുതുന്നതെന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പം നമ്മൾ പറയണേ ഈ ഇംപ്ലൈസ് E1.T എന്നാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പം ഇത് നോക്കിക്കേ. അപ്പം ഇവിടെ നമ്മൾ പറയുന്നത് ഈ ഡോട്ട് കോഡ് കണ്ടോ, സെമാൻറ്റിക് റൂൾ എന്താണ് എന്നുള്ളതാണ് പറഞ്ഞത്. ഈ ഡോട്ട് കോഡ് ഈക്വൽ ടു E1.code. ഇത് അപ്പൻഡ് എന്നുള്ള സിമ്പിളാണ്. രണ്ട് നമ്മൾ സ്ലാഷ് ഇട്ടേക്കുവാണ്, രണ്ടിങ്ങനെ ഓർ സിമ്പിൾ പോലെ ഇട്ടേക്കുവാണ്. ഇത് അപ്പൻഡ് എന്നുള്ളതാണ് മീനിങ്. E1.code append T.code append പ്ലസ്. അതായത് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇൻഫിക്സിനെ പോസ്റ്റ് ഫിക്സിലോട്ട് കൺവേർട്ട് ചെയ്യാനാണ് ഇവിടെ പറഞ്ഞേക്കുന്നത് വിചാരിക്കും. അപ്പോൾ ഇൻഫിക്സ് ടു പോസ്റ്റ് ഫിക്സ് ആണ് പറഞ്ഞേക്കുന്നത്. അപ്പം നമ്മൾ A പ്ലസ് ഇൻഫിക്സ് ആണെങ്കിൽ എന്താണ്? A+B ആണ് ഇൻഫിക്സ്. അപ്പോൾ ഇതിനെ കൺവേർട്ട് ചെയ്ത് പോസ്റ്റ് ഫിക്സിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പം എങ്ങനെ വരണം? AB പ്ലസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് പ്രൊഡക്ഷൻ തന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിനെ പോസ്റ്റ് ഫിക്സിലോട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വരും? E.code ഈക്വൽ ടു E1.code append T.code append പ്ലസ്. ഇങ്ങനെ വേണം നമ്മൾ എഴുതാൻ. ഇതാണ് സെമാറ്റിക് റൂൾ. അപ്പം ഇതിൻ്റെ കൂടെ അപ്പൻഡ് ചെയ്യുക. അപ്പം ഇവിടെ A+B ആണ്, AB പ്ലസ് എന്ന് പറയണം. അപ്പം അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന റൂള്. SSDക്കകത്ത് നമ്മൾ ഇപ്പം SSD are highly readable and high level language specification for translation. SSD എന്ന് പറയുന്നത് നമ്മൾ ഹൈലി റീഡ് ചെയ്യാനായിട്ട് ഈസിയാണ്, നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഈസിയാണ്. അതായത് ഹൈ ലെവൽ സ്പെസിഫിക്കേഷൻ ഫോർ ട്രാൻസ്ലേഷൻ, ഹൈ ലെവൽ സ്പെസിഫിക്കേഷൻസ് ആണ് ട്രാൻസ്ലേഷൻ്റെ അത് നമ്മൾ യൂസ് ചെയ്യുന്ന. SSDക്കകത്ത് ഹൈ ലെവൽ ട്രാൻസ്ലേഷൻ ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് റീഡ് ചെയ്യാനായിട്ടൊക്കെ ഭയങ്കര ഈസിയാണ്, ഹൈലി റീഡബിൾ ആണ്. അത് ഒത്തിരി ഡീറ്റെയിൽസ്, ദേ ഹൈഡ് മെനി ഇംപ്ലിമെൻറ്റേഷൻ ഡീറ്റെയിൽസ് അത് ഹൈഡ് ചെയ്ത് വെച്ചേക്കുവാണ്. SSDയുടെ കേസിൽ ഇംപ്ലിമെൻറ്റേഷൻ ഡീറ്റെയിൽസ് ഹൈഡ് ചെയ്ത് വെച്ചേക്കുവാണ്. പക്ഷേ നമുക്ക് റീഡ് ചെയ്യാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ഒക്കെ ഈസി എന്ന് പറയുന്നത് SSD ആണ്. അപ്പം ഇതിൻ്റെ അത് ഈ SSDക്കകത്ത് അത് ഏത് ഓർഡറിലാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്നൊന്നും സ്പെസിഫൈ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ അതാ പറഞ്ഞിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്? ദേ ഡി നോട്ട് സ്പെസിഫൈ ഓർഡർ ഓഫ് ഇവാലുവേഷൻ ഓഫ് സെമാറ്റിക് അനാലിസിസ്. സെമാറ്റിക് അനാലിസിസിൻ്റെ അകത്ത് ഏത് ഓർഡറിലാണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ എന്താണ് ഹൈഡ് ചെയ്ത് വെച്ചേക്കുവാണ്. സിൻടാക്സ് ഡയറക്റ്റഡ് ട്രാൻസ്ലേഷൻ സ്കീമയ്ക്കകത്ത് നമ്മൾ എംബഡ്സ് ദ പ്രോഗ്രാം ഫ്രാഗ്മെൻറ്റ്സ്, അതായത് പ്രോഗ്രാമിൻ്റെ ഒരു പാർട്ട് എംബഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തുണ്ടാവും സെമാറ്റിക് അനാലിസിസിൻ്റെ കൂടെ എന്ത് കാണും? സിൻടാക്സ് ഡയറക്റ്റഡ് ട്രാൻസ്ലേഷൻ്റെ അകത്ത് പ്രോഗ്രാമിൻ്റെ ഫ്രാഗ്മെൻറ്റ്സ് പറഞ്ഞൊരു പാർട്ട്,
പാർട്ടും കൂടെ കാണും. സെമാൻറ്റിക് ആക്ഷൻ വിത്ത് പ്രൊഡക്ഷൻ ബോഡീസ്. ഓക്കെ, സെമാൻറ്റിക് ആക്ഷൻ്റെ കൂടെ എന്തും കാണും. ഇതിൻ്റെ അകത്ത് കുറച്ചൊരു ഫ്രാഗ്മെൻറ്റ്സ്, ഒരു പാർട്ടും കൂടെ കാണും സിൻടാക്സ് ഡയറക്ടർ സ്കീമിൻ്റെ അകത്ത്. പക്ഷേ എസ് എസ് ഡിയെക്കാട്ടിലും മോർ എഫിഷ്യൻ്റ് എന്ന് പറയുന്നത് SDT ആണ്. സിൻടാക്സ് ഡയറക്ടർ ട്രാൻസ്ലേഷൻ സ്കീം തന്നെയാണ് മോർ എഫിഷ്യൻറ്റ്. പക്ഷേ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് സിൻടാക്സ് ഡയറക്ടർ ഡെഫിനിഷൻ ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, എന്തുകൊണ്ടൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. ഹൈലി റീഡബിൾ ആണ്, ഇംപ്ലിമെൻറ്റേഷൻ ഡീറ്റെയിൽസ് ഒക്കെ ഹൈഡ് ചെയ്ത് വെച്ചേക്കുവാണ്. SDT ആണ് കൂടുതൽ എഫിഷ്യൻറ്റ് കമ്പയർഡ് ടു SDT. ഓക്കെ, അതിൻ്റെ അകത്ത് ഓർഡർ, ഏത് ഓർഡറിലാണ് ഇവാലുവേഷൻ നടക്കുന്നത്, ഓക്കെ, ഓരോ പ്രൊഡക്ഷൻ്റെ അകത്തും എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും എന്തിൻ്റെ അകത്ത് കാണും, SDTക്ക് അകത്തുണ്ട്. പക്ഷേങ്കിൽ കൂടുതലും നമ്മൾ SDD ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സിൻടാക്സ് ഡയറക്ടർ ഡെഫിനിഷനാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. SDT എന്ന് പറയുന്നത് മോർ എഫിഷ്യൻ്റ് ആണ്. സിൻടാക്സ് ഡയറക്ടർ ഡെഫിനിഷൻ്റെ അകത്ത് നമ്മൾ 2 ടൈപ്പ് ഓഫ് ആട്രിബ്യൂട്ട്സ് ആണ് ഉപയോഗിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ടും രണ്ടാമത്തത് ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ടും. അപ്പം ഇൻ സിൻടാക്സ് ഡയറക്ടർ ട്രാൻസ്ലേഷൻ വി യൂസ് 2 ടൈപ്പ് ഓഫ് ആട്രിബ്യൂട്ട്സ്, സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട് ആൻഡ് ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട്. ഒരു ആട്രിബ്യൂട്ട് സിന്തസൈസ്ഡ് ആകണം എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ പാസ് ട്രീയുടെ നോഡ്, ഒരു ട്രീ ആണല്ലോ, നമ്മൾ പാസ് ട്രീ ആണ് കൊടുക്കുന്നത്. ആ പാസ് ട്രീയുടെ നോഡിൻ്റെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുന്നത് അതിൻ്റെ ചൈൽഡ് നോഡ് ആണെങ്കിൽ അതിനെയാണ് സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ഒരു പാസ് ട്രീ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതൊരു ട്രീ ആണ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു പാസ് ട്രീ ഇതിൻ്റെ നോഡ് വാല്യൂ, ഇതിൻ്റെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുന്നത് T, അതായത് ഇതിൻ്റെ ചൈൽഡാണ് T എന്ന് പറയുന്നത്. ഇത് ഉപയോഗിച്ചാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇതിനെയാണ് സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈയുടെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് നമ്മൾ എന്താണ് യൂസ് ചെയ്തിരിക്കുന്നത്, Tയുടെ വാല്യൂ ആണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറയുക, സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട്. മനസ്സിലായോ? ഒരു പാസ് ട്രീയുടെ നോഡ്, അതാ പറയുന്നത് ഇഫ് ഇറ്റ്സ് പാസ് ട്രീ നോഡ് വാല്യൂ, ഒരു പാസ് ട്രീയുടെ നോഡ് വാല്യൂ ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് ചൈൽഡ് നോഡിൻ്റെ ആട്രിബ്യൂട്ട് വാല്യൂ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനെയാണ് സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ഇനി ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട് എന്ന് പറയുവാണെങ്കിൽ, ഓക്കെ, അതായത് ഇപ്പം ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരെണ്ണം ഉണ്ടെന്ന് വിചാരിക്കുക. ഇങ്ങനെ ഒരെണ്ണം ഉണ്ടെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ നോഡിൻ്റെ എനിക്ക് ആട്രിബ്യൂട്ട് കണ്ടുപിടിക്കണം, നോഡിൻ്റെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യാൻ ഒന്നുകിൽ ഇതിൻ്റെ പേരൻറ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ സിബ്ലിംഗ് ഇതാണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ, അതായത് ഈ Tയുടെ വാല്യൂ എനിക്ക് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് നമ്മൾ ഒന്നുകിൽ അതിൻ്റെ പേരൻറ്റ് വാല്യൂ അല്ലെങ്കിൽ അതിൻ്റെ സിബ്ലിംഗ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനെയാണ് ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. മനസ്സിലായോ? An attribute is said to be inherited attributes if its pass tree node in the value is determined by the attribute value at a parent node or sibling. Parent node in the attribute value അല്ലെങ്കിൽ സിബ്ലിങ്, ഇതിൻ്റെ സിബ്ലിംഗ് ആണ് ഇത് F, Tയുടെ സിബ്ലിംഗ് ആണ് F. അപ്പോൾ Tയുടെ പേരൻ്റ് ആണ് E എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു പർട്ടിക്കുലർ നോഡ്, ഓക്കെ, ആ പാസ് ട്രീയുടെ നോഡിൻ്റെ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട്, ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് നമ്മൾ ഒന്നുകിൽ പേരൻറ്റ് നോഡിൻ്റെ ആട്രിബ്യൂട്ട് വാല്യൂ അല്ലെങ്കിൽ സിബ്ലിങ്ങിൻ്റെ ആട്രിബ്യൂട്ട് വാല്യൂ ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഡിഫറൻസ്, സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ടും ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ടും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ്? An attribute is said to be synthesized attribute if its pass tree node value is determined the attribute value of child node. അതാണ് നമ്മൾ എന്താണ് ഡെഫിനിഷൻ എന്നുള്ളത് ഓൾറെഡി പറഞ്ഞു. അപ്പം ഒരു പാസ് ട്രീയുടെ നോഡ് അതിൻ്റെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് അതിൻ്റെ ചൈൽഡ് നോഡിൻ്റെ ആട്രിബ്യൂട്ട് വാല്യൂ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതാണ് സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട്. ഇൻഹെറിറ്റഡോ, ഒരു നോഡിൻ്റെ വാല്യൂ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി ഒന്നുകിൽ പേരൻ്റ് അല്ലെ സിബ്ലിങ്ങിൻ്റെ ആട്രിബ്യൂട്ട് വാല്യൂ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതാണ് ഇൻഹെറിറ്റഡ്.
അപ്പം ഇത് സെക്കൻഡ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ദ പ്രൊഡക്ഷൻ മസ്റ്റ് ഹാവ് നോൺ ടെർമിനൽ അറ്റ് ഇറ്റ്സ് ഹെഡ്. പ്രൊഡക്ഷൻ്റെ അകത്ത് എന്തായിരിക്കും? മസ്റ്റ് ഹാവ്, എന്താണേലും എന്ത് കാണണം? ഒരു നോൺ ടെർമിനൽ ആയിരിക്കണം ഹെഡായിട്ട് വരുന്നത്. ദ പ്രൊഡക്ഷൻ മസ്റ്റ് ഹാവ് നോൺ ടെർമിനൽ ആസ് എ സിമ്പിൾ ഇൻ ബോഡി. ബോഡിയിൽ എന്ത് വന്നാൽ മതി? നോൺ ടെർമിനൽ വന്നാൽ മതി. Synthesize attribute at node n is defined only in term of attribute value at the child node of n itself. അപ്പോൾ സിന്തസൈസ് ആട്രിബ്യൂട്ട് അറ്റ് നോഡ് എൻ, നമുക്ക് സിന്തസൈസ് ആട്രിബ്യൂട്ട് നോഡ് പർട്ടിക്കുലർ നോഡ് എന്നിൻ്റെ സിന്തസൈസ് ആട്രിബ്യൂട്ട് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ only in term of attribute value at the child node of n itself. അപ്പോൾ അത് n എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ നോഡിൻ്റെ സിന്തസൈസ് ആട്രിബ്യൂട്ട് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ചൈൽഡിൻ്റെ എന്താണോ ആട്രിബ്യൂട്ട് വാല്യൂ, ചൈൽഡിൻ്റെ എന്താണോ ആട്രിബ്യൂട്ട് വാല്യൂ അതായിരിക്കും ഇതിനകത്ത് എടുക്കുന്നത്. അതാണ് ഈ പറഞ്ഞേക്കുന്നത്. സിന്തസൈസ് ആട്രിബ്യൂട്ട് അറ്റ് നോഡ് എൻ, സിന്തസൈസ് ആട്രിബ്യൂട്ട് നോഡ് എന്നിൻ്റെ എടുക്കണമെങ്കിൽ ഡിറ്റർമൈൻ only in term of attribute value at the child node of n itself. ചൈൽഡ് നോഡ് എന്നിൻ്റെ ചൈൽഡ് നോഡ് എന്താണോ അതിൻ്റെ ആട്രിബ്യൂട്ട് വാല്യൂ തന്നെയായിരിക്കും ഈ എന്നിൻ്റെയും ആട്രിബ്യൂട്ട് വാല്യൂ. ഇൻ ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട് അറ്റ് നോഡ് എൻ ഇസ് ഡിറ്റർമൈൻഡ് ഓൺലി ഇൻ ടേം ഓഫ് ആട്രിബ്യൂട്ട് വാല്യൂ ഓഫ് പേരൻറ്റ് എൻ ഇറ്റ് സെൽഫ് ആൻഡ് സിബ്ലിംഗ്. അതായത് ഇപ്പം ഞാൻ ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട് എൻ എന്ന് പറയുന്നതിൻ്റെ ഡിറ്റർമൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരൻറ്റ് നോഡിൻ്റെ ആട്രിബ്യൂട്ട് വാല്യൂ എടുക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ തന്നെ ആട്രിബ്യൂട്ട് വാല്യൂ ഉണ്ടെങ്കിൽ അതെടുക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ ചൈൽഡിൻ്റെ എടുക്കാം. അതാ പറഞ്ഞിരിക്കുന്നത്. ഇൻ ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട് അറ്റ് നോഡ് എൻ ഇസ് ഡിറ്റർമൈൻഡ് ഓൺലി ഇൻ ടേം ഓഫ് ആട്രിബ്യൂട്ട് വാല്യൂസ് ഓഫ് എൻ, എൻസ് പേരൻറ്റ്, എന്നിൻ്റെ പേരൻറ്റ്, അല്ലെങ്കിൽ എൻ ഇറ്റ് സെൽഫ്, എന്നിനെ തന്നെ എടുക്കാം, ആൻഡ് ഇറ്റ് സിബ്ലിംഗ് എടുക്കാം. It can be evaluated during a single bottom-up traversal of pass tree. അപ്പം ഇത് ഇവാലുവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ പഠിക്കും. അപ്പോൾ ഈ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു സിംഗിൾ ബോട്ടം അപ്പ് ട്രാവേഴ്സിൽ മാത്രം ചെയ്താൽ മതി. പിന്നെ ഈ ഒരു ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ടിൻ്റെ കേസിൽ ഇവാലുവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടോപ്പ് ഡൗൺ, സിംഗിൾ ടോപ്പ് ഡൗൺ പാസറും വേണം, പിന്നെ സൈഡ് വേ ട്രാവേഴ്സൽ ഓഫ് പാസ് ട്രീയും വേണം. ഇത് രണ്ടും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ടിനെ. അപ്പം ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഡ്യൂറിങ് എ സിംഗിൾ ടോപ്പ് ഡൗൺ ആൻഡ് സൈഡ് വേ ട്രാവേഴ്സൽ ഓഫ് പാസ് ട്രീ യൂസ് ചെയ്താണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് സിന്തസൈസ് ആട്രിബ്യൂട്ട് ക്യാൻ ബി കണ്ടെയ്ൻഡ് ബൈ ബോത്ത് ദ ടെർമിനൽസ് ഓർ നോൺ ടെർമിനൽസ്. സിന്തസൈസ് ആട്രിബ്യൂട്ട് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന ഏതിനകത്തൊക്കെ ഉണ്ട്? ടെർമിനൽസിനകത്തും ഉണ്ട്, നോൺ ടെർമിനൽസിനകത്തും ഉണ്ട്. ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട് cannot be contained by both. രണ്ടിൻ്റെ അകത്തും ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട് കാണത്തില്ല. ഇറ്റ് ഈസ് ഓൺലി കണ്ടെയ്ൻഡ് ബൈ നോൺ ടെർമിനൽ. ഒരു നോൺ ടെർമിനലിൽ മാത്രമേ എന്തുള്ളൂ? ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട് ഉള്ളൂ. പക്ഷെ സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട് ടെർമിനൽസിനും നോൺ ടെർമിനൽസിനും ഉണ്ട്. നോൺ ടെർമിനലിൽ മാത്രമേ എന്തുള്ളൂ? ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട് ഉള്ളൂ. സിന്തസൈസ് ആട്രിബ്യൂട്ട് is said to be both S attributed SDT syntax directed translation and L attribute syntax directed definition. അപ്പം സിന്തസൈസ് ആട്രിബ്യൂട്ട് ഈസ് യൂസ്ഡ്. സിന്തസൈസ് ആട്രിബ്യൂട്ട് എവിടൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ബോത്ത്, രണ്ടിൻ്റെ അകത്തും. എസ് ആട്രിബ്യൂട്ടഡ് സിൻടാക്സ് ഡയറക്റ്റഡ് ട്രാൻസ്ലേഷൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നുണ്ട്, കൂടാതെ എൽ ആട്രിബ്യൂട്ടഡ് സിൻടാക്സ് ട്രാൻസ്ലേഷൻ ഡെഫിനിഷൻ്റെ അകത്തും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് രണ്ടിൻ്റെ അകത്തും നമ്മൾ എന്താണ്? സിന്തസൈസ് ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. പിന്നെ പക്ഷേ ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്ന ഏതിൻ്റെ അകത്ത് മാത്രമേ ഉള്ളൂ? എൽ ആട്രിബ്യൂട്ടഡ് SDTക്ക് അകത്ത് മാത്രമേ എന്ത് യൂസ് ചെയ്യുന്നുള്ളൂ? ഇൻഹെറിറ്റഡ് യൂസ് ചെയ്യുന്നുള്ളൂ. ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞ ടെർമിനലിലും നോൺ ടെർമിനലും സിന്തസൈസ്ഡ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇൻഹെറിറ്റഡ് ഏതിൻ്റെ അകത്തേ ഉള്ളൂ? ടെർമിനലിൻ്റെ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ഇതാ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ഇവിടെ നമ്മൾ ചൈൽഡ് നോഡിൻ്റെ ആണ് എടുത്തേക്കുന്നത്. ഇപ്പം ഈ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ ഈ ചൈൽഡ് നോഡിൻ്റെ ആണ് നമ്മളിവിടെ എടുത്തേക്കുന്നത്. അതാണ് സിന്തസൈസ്ഡ്. ഇനിയും ഇൻഹെറിറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ എഫ് വാല്യൂ കാൽക്കുലേറ്റ്, എഫിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ ഒന്നുകിൽ
എന്താണ് ഈ വാൽ എടുക്കാം, ഒന്ന് അല്ലെങ്കിൽ ഇവിടെ സിബ്ലിംഗ് ഉണ്ടായിരുന്നു സിബ്ലിംഗ് എടുക്കാം. അപ്പം ഇങ്ങനെ എടുക്കുന്നതാണ് എന്താണ് ഇൻഹെറിറ്റഡ്. ഓക്കെ, ഇതാണ് ഇത് തമ്മിലുള്ള ഇൻഹെറിറ്റഡും സിന്തസൈസ്ഡും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഇനിയും ഇൻഹെറിറ്റൻറ്റിനും സിന്തസിസ് ആട്രിബ്യൂട്ടിനും ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട്സിന് എക്സാമ്പിളാണ് പറയുന്നത്. അപ്പോൾ ഇത് ഒരു ഡിസ്ക് കാൽക്കുലേറ്ററിൻ്റെ ആണ് എഴുതി വെച്ചേക്കുന്നത്. സിന്തസൈസ് ആട്രിബ്യൂട്ട് എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങളോട് ചോദിക്കുക ഡിസ്ക് കാൽക്കുലേറ്ററിൻ്റെ സിന്തസൈസ് ആട്രിബ്യൂട്ട് എങ്ങനെയാണ് എഴുതുക. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഇത് എഴുതുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നുണ്ട് എൽ ഇംപ്ലൈസ് ഇ എൻ, അതായത് എൽ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ സാധാരണ ഡിസ്ക് കാൽക്കുലേറ്ററിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, ഇ ഇംപ്ലൈസ് ഇ പ്ലസ് ടി, ഇ ഇംപ്ലൈസ് ടി, ടി ഇംപ്ലൈസ് ടി സ്റ്റാർ എഫ് ഓർ എഫ് അല്ലേ. ഓക്കെ, എഫ് ഇംപ്ലൈസ് ഇ ഓർ ഐ ഡി. ഇതാണ് ഒരു ഡിസ്ക് കാൽക്കുലേറ്ററിൻ്റെ ഗ്രാമർ എന്ന് പറയുന്നത്, പ്രൊഡക്ഷൻ റൂൾ. അപ്പം ഇതിൻ്റെ എങ്ങനെയാണ് എഴുതുന്നത്, സെമാൻറ്റിക് റൂൾ എങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ളത് പറയുന്നത്. അപ്പം നമ്മൾ ഓഗ്മെൻറ്റഡ് ഗ്രാമർ ആണെങ്കിൽ നമ്മൾ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ ഒരു ഇത് എഴുതണം അല്ലേ, എൽ ഇംപ്ലൈസ് ഇ എൻ. എൽ എന്ന് പറയുന്നതാണ് ഇപ്പോഴത്തെ ന്യൂ സ്റ്റാർട്ട് സ്റ്റേറ്റ്, ഇ എന്ന് പറയുന്നതായിരുന്നു ഇതിൻ്റെ നമ്മൾ ഈ എഴുതിയേക്കുന്നതിൻ്റെ സ്റ്റാർട്ട് സ്റ്റേറ്റ്. അപ്പോൾ എൽ ഇംപ്ലൈസ് ഇ എന്ന് കൊടുത്തു, എൻ എന്ന് പറയുന്നത് ന്യൂ ലൈനാണ്. അപ്പം നമ്മളൊരു എക്സ്പ്രഷൻ എഴുതി എൻ്റർ അടിച്ച് കഴിയുമ്പോഴത്തേനാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്ത് വരേണ്ടത് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഇതെങ്ങനെയാണ് സെമാൻറ്റിക് റൂൾ എഴുതുന്നത്, ഇ ഡോട്ട് വാൽ, ഈ ഒരു ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നതായിരിക്കും എല്ലിൻ്റെ വാല്യൂ. ഈ വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഈവൻ ഡോട്ട് വാല്യൂം ടി ഡോട്ട് വാല്യൂം, ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ വാല്യൂ ആഡ് ചെയ്തിട്ട് കിട്ടുന്നതാണ് ടി ഡോട്ട് വാല്യൂ എന്ന് പറയുന്നത്. ഇപ്പം ഈവൻ ഡോട്ട് വാല്യൂം ടി വൺ ഡോട്ട് വാല്യൂം കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇത് കിട്ടുന്ന റിസൾട്ടാണ് ആർക്ക് കൊടുക്കേണ്ടത്, ഈ ഡോട്ട് വാല്യൂന് കൊടുക്കേണ്ടത്. ടി ഡോട്ട് വാല്യൂ എന്ന് പറയുന്നത് എന്തിനോട് ഈക്വലൻ്റ് ആണ്, ഈ ഡോട്ട് വാല്യൂനോട് ഈക്വലൻ്റ് ആണ്. ഇനി ഇതെങ്ങനെ എഴുതാൻ പറ്റും, ടി വൺ ഡോട്ട് വാല്യൂം അതായത് ടി വണ്ണിൻ്റെ വാല്യൂം എഫിൻ്റെ വാല്യൂം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുന്ന റിസൾട്ടാണ് ആർക്ക് കൊടുക്കേണ്ടത്, ടി ഡോട്ട് വാല്യൂന് കൊടുക്കേണ്ടത്. എഫ് ഡോട്ട് വാൽ എന്ന് പറയുന്നത് എന്തിനോട് ഈക്വലൻ്റ് ആണ്, ടി ഡോട്ട് വാലിനോട് ഈക്വലൻ്റ് ആണ്. ഇനി ബ്രാക്കറ്റ് ടി ആണ് ഇവിടെ വരേണ്ടത്, പക്ഷേ ഇ ഡോട്ട് വാൽ എന്ന് പറയുന്നത് എന്തിനോട് ഈക്വലൻ്റ് ആണ്, എഫ് ഡോട്ട് വാലിനോട് ഈക്വലൻ്റ് ആണ്. എഫ് ഡിജിറ്റ് ഇതൊരു ടെർമിനലാണ്. ടെർമിനൽ ആണെങ്കിൽ അതൊരു ഡിജിറ്റ് എന്ന് പറയുന്ന ഒരു ടെർമിനലാണ്, അല്ലെങ്കിൽ ഐ ഡി എന്ന് പറയുന്ന ഒരു ടെർമിനലാണ്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ലെക്സിക്കൽ അനാലിസിസിൻ്റെ അകത്താണ് ഇതിൻ്റെ റിസൾട്ട് കിട്ടുന്നത്. അതെവിടെ കൊണ്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്, സിമ്പിൾ ടേബിളിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വാല്യൂ കിട്ടണം എന്നുണ്ടെങ്കിൽ അതാണ് പറയുന്നത് ലെക്സിക്കൽ അനാലിസിസിനകത്ത് കിട്ടുന്ന വാല്യൂ ആണ് ഇത്. അപ്പം ഇതാണ് ഇവിടെ കൊടുത്തേക്കുന്നത് ഡിജിറ്റ് ഡോട്ട് ലെക്സ് വാൽ, ലെക്സിക്കൽ അനാലിസിസിൻ്റെ അകത്ത് കിട്ടുന്ന വാല്യൂ അത് സിമ്പിൾ ടേബിളിലുണ്ട്. ഓക്കെ, ആ വാല്യൂ ആണ് ആർക്ക് കൊടുക്കേണ്ടത്, എഫ് ഡോട്ട് വാലിന് കൊടുക്കേണ്ടത്. അപ്പം ഇതിൻ്റെ അകത്തെ ഈച്ച് ഓഫ് നോൺ ടെർമിനൽ ഹാസ് സിംഗിൾ സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട്. ഓരോന്നിൻ്റെ അകത്തും അതായത് ഈച്ച് ഓഫ് നോൺ ടെർമിനൽ, ഓരോ നോൺ ടെർമിനലും ഒരു സിംഗിൾ സിന്തസൈസ് ആട്രിബ്യൂട്ട് ഉള്ളെങ്കിൽ അതിനെ എന്ത് പറയും, വാൽ എന്ന് പറയും. അപ്പോൾ ഇവിടെ ഈ കൊടുത്തിരിക്കുന്നതിനകത്തെല്ലാം വാൽ എന്ന് പറഞ്ഞേക്കുന്നത് എന്താണ്, നോൺ ടെർമിനൽ ഹാസ് എ സിംഗിൾ സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട്, ഒരു സിംഗിൾ ആയിട്ടുള്ള സിന്തസൈസ് ആട്രിബ്യൂട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്തുള്ള ഓരോ നോൺ ടെർമിനലിലും എന്താണ്, ഒരു സിംഗിൾ സിന്തസൈസ് ആട്രിബ്യൂട്ടേ ഉള്ളൂ, അതാണ് വാൽ എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത്. ആൻഡ് SDD that involves only synthesis attribute, ഒരു സിൻടാക്സ് ഡയറക്ടർ ഡെഫിനിഷൻ്റെ അകത്ത് സിന്തസൈസ് ആട്രിബ്യൂട്ട് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതിനെ എസ് ആട്രിബ്യൂട്ടഡ് എന്ന് പറയും. അപ്പോൾ ഒരു സിന്തസൈസ് ആട്രിബ്യൂട്ടിൻ്റെ അകത്ത് എന്തുമാത്രം ഉള്ളെങ്കിൽ സിന്തസൈസ് ആട്രിബ്യൂട്ട് മാത്രമേ ഉള്ളെങ്കിൽ അതിനകത്ത് എസ് ആട്രിബ്യൂട്ട് എന്ന് പറയും. ഒരു സിൻടാക്സ് ഡയറക്ടർ ഡെഫിനിഷൻ്റെ അകത്ത് മിക്സ് ചെയ്തിട്ട് സിന്തസൈസ്ഡും ഇൻഹെറിറ്റഡും വരാം. അപ്പം ഒരു SDDക്കകത്ത് ഒരു സിൻടാക്സ് ഡയറക്ടർ ഡെഫിനിഷൻ്റെ അകത്ത് ഒരു സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട് മാത്രമേ ഉള്ളെങ്കിൽ, സിന്തസൈസ് ആട്രിബ്യൂട്ട് മാത്രമേ ഉള്ളെങ്കിൽ അതിനെയാണ് എന്ത് പറയാം, എസ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ഈച്ച് റൂൾ കമ്പ്യൂട്ട് ആൻ ആട്രിബ്യൂട്ട് ഫോർ the non-terminal at the head of production for an attribute taken from body of the production.
അതായത് ഹെഡ്, ഇതാ ഞാൻ പറഞ്ഞത്, ഇത് രണ്ടും കൂടെ ഇവാലുവേറ്റ് ചെയ്തിട്ട് ഈ ഡോട്ട് വാല്യൂം ടി ഡോട്ട് വാല്യൂം കൂടെ ഇവാലുവേറ്റ് ചെയ്യും. ആ കിട്ടുന്ന റിസൾട്ടാണ് ആർക്ക് കൊടുക്കേണ്ടത്? ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ഈ ഒരു നോൺ ടെർമിനൽ കൊടുക്കേണ്ടത്. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇനി ഇത് നമ്മളിവിടെ പറഞ്ഞേക്കുന്നത് ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട് ആണ്. അപ്പോൾ ഈ ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ടിനകത്ത് നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന എക്സാമ്പിളിനകത്ത് മിക്സ് ഓഫ് രണ്ടിൻ്റെയും കൂടെ മിക്സ് ഉണ്ട്, സിന്തസൈസും ഉണ്ട് ഇൻഹെറിറ്റഡും ഉണ്ട്. അപ്പം എന്താ പറഞ്ഞിരിക്കുന്നത്? ലെറ്റ് us consider syntax directed definition with both inherited and synthesized. രണ്ട് ആട്രിബ്യൂട്ടും ഉണ്ട്. ഇത് ഏതാണ്? ടൈപ്പ് ഡിക്ലറേഷൻ്റെ ആണ് പറഞ്ഞേക്കുന്നത്. അതിൻ്റെ പ്രൊഡക്ഷൻ റൂളാണ് നമ്മളിവിടെ പറഞ്ഞേക്കുന്നത്. അപ്പം ഡിക്ലറേഷൻ എന്ന് പറയുന്നത് ആദ്യം നമ്മൾ ഡാറ്റ ടൈപ്പ് പറയണം. പിന്നെ ഏതാണ്? നമ്മുടെ ഇത് ആർഗ്യുമെൻറ്റ്സ് ആണ് പറയേണ്ടത് അല്ലേ? വേരിയബിളിൻ്റെ നെയിമാണ് പറയേണ്ടത്. വേരിയബിൾ നെയിം ആദ്യം പറയേണ്ടത് ഡാറ്റ ടൈപ്പ്, പിന്നെ വേരിയബിൾ നെയിമാണ് നമ്മൾ പറയേണ്ടത്. അപ്പം ഇതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അപ്പം ഈ ടൈപ്പ് എന്ന് പറയുന്നത് എന്തൊക്കെ വരാം? ഇൻറ്റീജർ വരാം, റിയൽ വരാം, ഓക്കെ, ഫ്ലോട്ട്, പിന്നെ ക്യാരക്ടർ ആണ്, ക്യാരക്ടർ എന്ത് വേണേൽ നമുക്ക് കൊടുക്കാം. പിന്നെ ഇവിടെ നോക്കിക്കേ, ഈ എൽ എന്ന് പറയുന്നതിൻ്റെ അകത്ത് നമുക്ക് എങ്ങനെ കൊടുക്കാം? എൽ എന്ന് പറയുന്നത് വേരിയബിൾ നെയിം, ഒന്നിൽ കൂടുതൽ വേരിയബിൾ നെയിം കൊടുക്കാമല്ലോ. അതാ ഇവിടെ പറഞ്ഞേക്കുന്നത് L1, ID, ഓക്കെ, ഇങ്ങനെ വേണേൽ കൊടുക്കാം. ഒന്നിൽ കൂടുതൽ എന്ത് കൊടുക്കാം? നമുക്ക് വേരിയബിൾ നെയിം കൊടുക്കാം, അല്ലെങ്കിൽ ഒരു വേരിയബിൾ നെയിം കൊടുക്കാം. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. The non-terminal T has synthesize attribute. Non-terminal T എന്ന് പറയുന്നത് synthesize attribute ആണ്. എന്തുകൊണ്ടാണ്? ആട്രിബ്യൂട്ട് ടൈപ്പ് എന്ന് പറയുന്നത് synthesize attribute ആണ്. Determine the keyword in the declaration. ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ഏതാണോ കീവേഡ് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ കൊടുക്കുന്നത് റിയൽ, ഓക്കെ, ID1, ID2 എന്നാണ് ഞാൻ കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, ഇതാണ് ഡിക്ലറേഷൻ. നമ്മൾ കൊടുത്തേക്കുന്ന ഇൻപുട്ട് ഇതാണ്. അപ്പം ഇതിനെയാണ് എനിക്ക് എഴുതേണ്ടത്. ഇത് നോക്കിയിട്ടാണ് നമ്മൾ എഴുതുന്നത്. അപ്പം ഇവിടെ ഇപ്പം പ്രൊഡക്ഷൻ നോക്കിയത്, പ്രൊഡക്ഷൻ ഡി ഇംപ്ലൈസ് TL ഈസ് അസോസിയേറ്റഡ് വിത്ത് സിന്തസൈസ് റൂള്. സിന്തസൈസ് റൂൾ ഇതാണ് പറഞ്ഞേക്കുന്നത്. ഇതൊരു ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ടാണ്. നോക്കിക്കേ, നമ്മൾ ഇതൊരു ഡിക്ലെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഈ റിയൽ ഞാൻ ഇൻപുട്ട് കൊടുത്തേക്കുന്നത് ഇതാണ്, റിയൽ ID1, ID2 എന്നാണ്. അപ്പം ഇങ്ങനെ കൊടുക്കണമെങ്കിൽ ഈ ID എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ആയിരിക്കണം? റിയൽ ആയിരിക്കണം. ID2 റിയൽ ആയിരിക്കണം. അപ്പം ഈ റിയൽ എന്ന് പറയുന്നത് എന്താണ്? ടൈപ്പാണ് അല്ലേ? ഇത് L ആണ്. അപ്പം L.in ഇതിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ടിയുടെ ടൈപ്പ് ആയിരിക്കും. അത് ഇൻഹെറിറ്റഡ് ആണെന്ന് കാണിക്കാനാണ് ഇന്നെന്ന് കൊടുത്തേക്കുന്നത്. അപ്പം L.in ഇതിൻ്റെ ടൈപ്പ് എങ്ങനെ കിട്ടും? ടിയുടെ ടൈപ്പ് ഏതാണോ അതായിരിക്കും എല്ലിൻ്റെ ടൈപ്പ്. മനസ്സിലായോ? അപ്പം L.in ഈസ് ഈക്വൽ ടു T.in. ഇതൊരു ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട് ആണ്. പിന്നെ ഇവിടെ ഒന്നും മാറ്റമില്ല. T.type ഇത് ടൈപ്പാണ് സ്പെസിഫൈ ചെയ്യുന്നത് അല്ലേ? T.type എന്ന് പറയുന്നത് ഇൻറ്റീജറും റിയലും. ഇനി ഇത് നോക്കിക്കേ, ഇത് എന്ന് പറയുന്നത് L1.in ഈസ് ഈക്വൽ ടു L1.in. L1 എന്ന് പറയുന്നത് L1 ഈ L1 ഇത് ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്താണ്? L.in ഇതിൻ്റെ ഏതാണോ ടൈപ്പ്, എല്ലല്ലേ നമുക്ക് ഇവിടെ ഉള്ളത്, ഇതിൻ്റെ ഏതാണോ ഉള്ളത് അത് തന്നെയായിരിക്കും L.inൻ്റെ അകത്തും വരുന്നത്. ആഡ് ടൈപ്പ് ID എൻട്രി L.in. എന്ത് ചെയ്യണം? ആഡ് ടൈപ്പ് എന്ന് പറഞ്ഞെങ്കിൽ ഇതിൻ്റെ ഏതാണോ ടൈപ്പ് ആ ടൈപ്പ് എന്നുള്ളത് എവിടെ കൊണ്ട് എൻ്റർ ചെയ്യണം? നമ്മുടെ സിമ്പിൾ ടേബിളിനകത്ത് നമ്മൾ കൊണ്ട് ആഡ് ചെയ്യണം. ഓക്കെ, ആഡ് ടൈപ്പ് ഏത് ടൈപ്പാണ്? എന്താ? ID.entry. ആ എൻട്രിയുടെ അവിടെ വേണം നമ്മൾ കൊണ്ട്, ഏതാണ്? L.inൻ്റെ ടൈപ്പ് ഏതാണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? സിമ്പിൾ ടേബിളിൽ കൊണ്ടുപോയി എൻ്റർ ചെയ്യണം. പിന്നെ L ഇംപ്ലൈസ് ID. L ഇംപ്ലൈസ് ഒന്നുകിൽ L ഇംപ്ലൈസ് ID എന്ന് മാത്രമാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ആഡ് ടൈപ്പ്. ഇതിനെങ്ങ് ആഡ് ചെയ്താൽ പോരെ? ഏതിൻ്റെ ടൈപ്പായിട്ട്? എല്ലിൻ്റെ ടൈപ്പായിട്ട് ഇതിനെ ഈ ഒരു IDയെ നമ്മൾ ആഡ് ചെയ്യാം. അപ്പം ആഡ് ടൈപ്പ് ID എൻട്രി L.in. L.in എല്ലിൻ്റെ ഏതാണോ ടൈപ്പ് അത് തന്നെ ആയിരിക്കണം
ഐഡിഗ്രീം ടൈപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ആഡ് ചെയ്യുക. ഇവിടെ സിമ്പിൾ ടേബിളിൽ വേണം കൊണ്ട് ആഡ് ചെയ്യാൻ. അപ്പം അതാണ് ആഡ് ടൈപ്പ് കൊടുത്തേക്കുന്നത്. മനസ്സിലായോ? അപ്പം ഇങ്ങനെയാണ് നമ്മളൊരു ഇത് മിക്സഡ് ആണ്. മിക്സഡ് ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റഡ് ആൻഡ് സിന്തസൈസ് ആട്രിബ്യൂട്ട് ആണ്. ഇതാണ് ഒരു പ്രൊഡക്ഷൻ റൂളാണ് ഡേറ്റ ടൈപ്പ് ഡിക്ലറേഷൻ. ഒരു പർട്ടിക്കുലർ ടൈപ്പിനെ ഡിക്ലെയർ ചെയ്യുന്നതിൻ്റെ പ്രൊഡക്ഷൻ്റെ റൂളാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇതൊരു ഇൻഹെറിറ്റഡ് മിക്സഡ് ഓഫ് ഇൻഹെറിറ്റഡ് ആൻഡ് സിന്തസൈസ് എക്സാമ്പിളാണ്. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് പഠിച്ചത് SSDയെ കുറിച്ചാണ്. സിൻടാക്സ് ഡയറക്ടർ ഡെഫിനിഷനെ കുറിച്ച് പഠിച്ചു. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സിന്തസൈസ് ആട്രിബ്യൂട്ട് ആൻഡ് ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട് പഠിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ പുതിയ അപ്ഡേറ്റ്സ് അറിയാൻ സബ്സ്ക്രൈബ് ആൻഡ് ബെൽ ഐക്കണിൽ പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു വെരി മച്ച്.